നമസ്കാരം, ഞാൻ ഉമ്മക്കുട്ടിയാണ്. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 7ാമത്തെ യൂണിറ്റായ അറിവിന്റെ ജാലകങ്ങൾ വിൻഡോസ് ഓഫ് നോളജ് എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. 5ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും കാണുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ചെമ്മനം ചാക്കോ സാറിന്റെ ഒരു കവിത കേൾക്കാം. മാനത്തിൽ ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാരെന്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ, കണ്ണാൽ ഞാൻ കണ്ടതല്ലയോ. കുയിൽ കൂകുന്നതുണ്ടെന്ന് ചൊന്നതാരെന്റെ കൺമണി, ആരും ചൊല്ലിയതല്ല, ഞാൻ ചെവിയാൽ കേട്ടതല്ലയോ. മുല്ലമുട്ടു വിരിഞ്ഞെന്ന് ചൊന്നതാരെന്റെ കൺമണി, ആരും ചൊല്ലാതറിഞ്ഞു ഞാൻ മൂക്കിൽ വാസനയെത്തവേ. വീശുന്നു കുളിർ കാറ്റെന്ന് ചൊന്നതാരെന്റെ കൺമണി, ആരും ചൊല്ലാതറിഞ്ഞേനൻ തൊലിമേൽ വന്നു തട്ടവേ. മധുരം തേനിനുണ്ടെന്ന് ചൊന്നതാരെന്റെ കൺമണി, ആരും ചൊല്ലാതറിഞ്ഞല്ലോ, നാവു കൊണ്ടു രുചിച്ചു ഞാൻ. കവിത വായിച്ചല്ലോ. കണ്ണും കാതും മൂക്കുമെല്ലാം തുറന്നു വെച്ചപ്പോൾ പ്രകൃതിയെ കുറിച്ച് എത്ര കാര്യങ്ങളാണ് മനസ്സിലാക്കാനായത്. ഇതുപോലെ മറ്റു ജീവികളും ചുറ്റുപാടുകളെ കുറിച്ച് അറിയുന്നില്ലേ? അടുക്കളയിലും മറ്റും ആഹാരം തേടിയെത്തുന്ന ഉറുമ്പുകളെ നിങ്ങൾ നിരീക്ഷിച്ചിരിക്കുമല്ലോ. എങ്ങനെയാണ് അവയ്ക്ക് ആഹാരത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത്? കോഴിക്കുഞ്ഞിനെ റാഞ്ചി എടുത്തു പോകുന്ന പരുന്തിനെ കണ്ടിട്ടില്ലേ? വളരെ ഉയരത്തിൽ നിന്ന് തന്റെ ഇരയെ അത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഉറങ്ങുന്ന നായയുടെ സമീപത്തുകൂടി ശബ്ദമുണ്ടാക്കാതെ നടന്നാൽ പോലും അത് ചെവി ഉയർത്തിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭക്ഷണം മണത്തറിയാനും ഇരയെ തിരിച്ചറിയാനും വളരെ ചെറിയ ശബ്ദം പോലും കേൾക്കാനും എങ്ങനെയാണ് ജീവികൾക്ക് കഴിയുന്നത്? ഈ അറിവുകൾ നേടുന്നതിന് അവയെ സഹായിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാമാണ്? കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക് എന്നീ അവയവങ്ങളാണ് മനുഷ്യരടക്കമുള്ള എല്ലാ ജീവികൾക്കും ഇതിന് സഹായിക്കുന്നത്. ഇന്ന് നമുക്ക് കണ്ണ് നൽകുന്ന വിവരങ്ങളെ കുറിച്ച് പഠിക്കാം. ദൂരെയുള്ള മരം നോക്കൂ. ആ മരത്തെക്കുറിച്ച് എന്തെല്ലാം അറിവുകളാണ് കണ്ണുകൾ വഴി നമുക്ക് ലഭിക്കുന്നത്? ഏതു മരം, എത്ര അകലം, എത്ര ഉയരം, എന്തു വണ്ണം, ഏതു നിറം, ഇലകളുടെ ആകൃതി എന്താണ്? Information through eyes. Look at a distant tree. What all information about it do we get through our eyes? What type, how far, how tall, how thick, what color, the shape of its leaves. നാം നേടുന്ന അറിവുകളിൽ ഏറിയ പങ്കും ലഭിക്കുന്നത് കാഴ്ചയിലൂടെയാണ്. കാഴ്ച സാധ്യമാകുന്നതിന് നമ്മെ സഹായിക്കുന്ന കണ്ണിലെ ഭാഗങ്ങൾ ഏതെല്ലാമായിരിക്കും? We gain most of our knowledge through vision. What are the parts of the eye that help us to see? നാം കാണുന്നത് എങ്ങനെ? ചിത്രത്തിൽ കാണുന്നത് പോലെ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് വിവിധ വസ്തുക്കളുടെ പ്രതിബിംബം ക്ലാസ്സിലെ ചുമരിൽ പതിപ്പിക്കൂ. ചുമരിൽ കാണുന്ന പ്രതിബിംബത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്? How do we see? As seen in the figure, use a hand lens to project the images of various objects on the wall of your classroom. What are the peculiarities of the images? പ്രതിബിംബങ്ങൾ തലകീഴായി കാണപ്പെടുന്നു. The images are inverted. നമ്മുടെ കണ്ണിലും ഇതുപോലെ ഒരു ലെൻസ് ഉണ്ട്. ഈ ലെൻസും നാം കാണുന്ന വസ്തുക്കളുടെ തലകീഴായ പ്രതിബിംബം നമ്മുടെ കണ്ണിൽ ഉണ്ടാക്കുന്നു. Just like this, there is a lens in our eye as well.
This lens also forms an inverted image of the objects we see with our eyes. നാം ചെയ്ത പരീക്ഷണത്തിൽ ഭിത്തിയിലല്ലേ പ്രതിബിംബം പതിഞ്ഞത്? എന്നാൽ കണ്ണിൽ റെറ്റിന എന്ന സ്ക്രീനിലാണ് ഈ പ്രതിബിംബം തലകീഴായി പതിയുന്നത്. നേത്രനാഡികൾ ഈ സന്ദേശത്തെ തലച്ചോറിൽ എത്തിക്കുന്നു. തലച്ചോറ് വസ്തുവിന്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. In the eye, the inverted image is formed on the screen known as retina. The optic nerves send this message to the brain. The brain enables the vision of the real erect image. പ്രവർത്തനം 1. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നതും ലെൻസ് ഉപയോഗിച്ച് സ്ക്രീനിൽ പ്രതിബിംബം ഉണ്ടാക്കുന്നതും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. Activity 1. Compare the image formation in our eyes with the image formation using a hand lens and make a note. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് ചുമരിൽ പ്രതിബിംബം പതിപ്പിക്കുമ്പോൾ പ്രതിബിംബം തലകീഴായാണ് കാണപ്പെടുന്നത്. അതുപോലെ കണ്ണിലും ഒരു ലെൻസ് ഉണ്ട്. ഈ ലെൻസും നാം കാണുന്ന വസ്തുക്കളുടെ തലകീഴായ പ്രതിബിംബം റെറ്റിന എന്ന സ്ക്രീനിൽ പതിപ്പിക്കുന്നു. നേത്രനാഡികൾ ഈ സന്ദേശത്തെ തലച്ചോറിൽ എത്തിക്കുന്നു. തലച്ചോറ് വസ്തുവിന്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. When we use a hand lens to project various objects on the wall, we get inverted images. There is a lens in our eye as well. This lens also forms an inverted image of the objects we see with our eyes. The inverted image is formed on the screen called retina. The optic nerves send this message to the brain. The brain enables the vision of the real erect object. നമുക്ക് രണ്ടു കണ്ണുകൾ എന്തിനാണ്? ഈ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ. കൂട്ടുകാരന്റെ കയ്യിലുള്ള പേനയിൽ നിങ്ങൾ ടോപ്പിടാൻ ശ്രമിക്കുന്നു. മുകളിലേക്ക് എറിഞ്ഞ പന്ത് വീഴുമ്പോൾ പിടിക്കാൻ ശ്രമിക്കുന്നു. രണ്ടു കണ്ണുകൾ തുറന്നും ഓരോ കണ്ണ് വീതം അടച്ചും ഈ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ. ഏത് സന്ദർഭത്തിലാണ് പ്രയാസം അനുഭവപ്പെടുന്നത്? ഒരു കണ്ണ് അടച്ചു ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? രണ്ടു കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്യുലർ വിഷൻ എന്ന് പറയുന്നു. ഇതുമൂലം വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. The ability to see by focusing both eyes on the same point is termed binocular vision. We get an accurate knowledge of the distance and position of objects by this. നമ്മുടെ കണ്ണുകൾക്ക് ഇനിയും എന്തെല്ലാം സവിശേഷതകൾ ഉണ്ട്? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നു. ത്രിമാന കാഴ്ച, അതായത് നീളം, വീതി, ഉയരം, കനം, അകലം എന്നിവ അറിയാനുള്ള കഴിവ്. What other specialities do our eyes have? Can recognize colors. Three-dimensional vision. The ability to know the length, breadth, height, thickness and distance. അങ്ങനെയാണെങ്കിൽ കാഴ്ചയില്ലാത്തവരുടെ ലോകം എങ്ങനെയായിരിക്കും? പൂർണ്ണമായും കാഴ്ചയില്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇവർ ചുറ്റുപാടുകളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ശബ്ദം കേട്ട് ആളുകളെ തിരിച്ചറിയുന്നു. തൊട്ടുനോക്കി കറൻസി നോട്ടുകളും നാണയങ്ങളും തിരിച്ചറിയുന്നു. What may be the plight of the blind? How do they come to know about the surroundings? Recognize people through sound. Identify currency and coins by touch. കൂട്ടുകാർക്ക് വൈറ്റ് കെയിൻ എന്താണെന്ന് അറിയാമോ? അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. ഇത് ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലുമിനിയം ദണ്ഡാണ്.
വടിയുടെ അടിയിൽ പിടിപ്പിച്ചിട്ടുള്ള ലോഹഭാഗം വസ്തുക്കളിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തിൽ നിന്ന് വഴിയിലെ തടസ്സം തിരിച്ചറിയാൻ കഴിയും. വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത് വഴി അന്ധരെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും അവരെ സഹായിക്കാനും കഴിയും. ബ്രെയിൽ ലിപി. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ഇത്. കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയും വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തുന്നത്. ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിൽ ആണ് ഈ രീതി വികസിപ്പിച്ചത്. അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്? വൈറ്റ് കെയിൻ, ബ്രെയിൽ ലിപി, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്. What different facilities are available to help the blind? White cane, braille script, tactile watch, talking watch. ഇന്ത്യയുടെ ഭൂപടം നിങ്ങൾക്ക് കണ്ടുപഠിക്കാനാവും. കണ്ണു കാണാത്തവർക്കായി ഭൂപടങ്ങളിൽ എന്തു മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനാവുക? സംസ്ഥാന അതിർത്തികൾ, പർവ്വതങ്ങൾ, നദികൾ എന്നിവ തൊട്ടറിയാൻ എന്തെങ്കിലും ചെയ്തുകൂടെ? പശയിൽ മുക്കിയ നൂലും മണലും ഉപയോഗിച്ച് സ്പർശിച്ചറിയാവുന്ന ഭൂപടങ്ങൾ ഉണ്ടാക്കിക്കൂടെ? ഇവയാണ് എംബോസ്ഡ് മാപ്പുകൾ. ഒരു എംബോസ്ഡ് മാപ്പ് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. ആദ്യം ഇന്ത്യയുടെ ഒരു ഭൂപടം വരച്ച് സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തുക. അതിർത്തി രേഖകളിലൂടെ പശ ഉപയോഗിച്ച് നൂല് ഒട്ടിക്കുക. ഓരോ സംസ്ഥാനങ്ങളും നൂലുപയോഗിച്ച് ഇതേ രീതിയിൽ വേർതിരിക്കുക. അതിനുശേഷം ഓരോ സംസ്ഥാനത്തിലും മണ്ണ്, മണൽ, ധാന്യങ്ങൾ എന്നീ വിവിധ വസ്തുക്കൾ ഒട്ടിക്കുക. തൊട്ടു നോക്കുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളും വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നേത്രദാനം. കണ്ണിനുണ്ടാകുന്ന പല വൈകല്യങ്ങളും അന്ധതയ്ക്ക് കാരണമാവാം. ഇതിൽ ചില വൈകല്യങ്ങൾ നേത്രഭാഗങ്ങൾ മാറ്റിവെക്കുന്നതിലൂടെ പരിഹരിക്കാം. കാഴ്ചയുള്ള വ്യക്തിയുടെ നേത്രഭാഗങ്ങൾ മരണശേഷം മറ്റൊരാൾക്ക് നൽകുന്നതാണ് നേത്രദാനം. ഐ ഡൊനേഷൻ. Many defects of the eye may lead to blindness. Some of them can be rectified by replacing certain parts of the eye. Donating one's eyes after death is called eye donation. പ്രവർത്തനം 3. കണ്ണിന്റെ ആരോഗ്യത്തിന് എന്തെല്ലാം ശ്രദ്ധിക്കണം? What care should we take to protect our eyes? കണ്ണുകൾ സംരക്ഷിക്കാം. എത്ര പ്രാധാന്യമുള്ളതാണ് നമ്മുടെ കണ്ണുകൾ. അവയെ സംരക്ഷിക്കാൻ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം? കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ തിരുമ്മുകയോ ചെയ്യരുത്. തണുത്ത വെള്ളം കൊണ്ട് കഴുകി കളയണം. മങ്ങിയ പ്രകാശത്തിലോ തീവ്രപ്രകാശത്തിലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വായിക്കരുത്. TV കാണുമ്പോൾ നിശ്ചിത അകലം പാലിക്കണം. മുറിയിൽ ആവശ്യത്തിന് വെളിച്ചം ഉണ്ടാവണം. രാസവസ്തുക്കൾ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം. കളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കൾ കണ്ണിൽ കൊള്ളാതെ നോക്കണം. Protection of the eyes. How important our eyes are? What care should we take to protect them? Do not rub or blow if dust falls into the eye. Just wash with cold water. Do not read in dim light or very bright light or while traveling in a bus. Keep a certain distance while watching TV. There must be sufficient light in the room. Care should be taken so that chemicals do not fall into the eyes. Protect your eyes from sharp objects while playing. മനുഷ്യന്റെ കാഴ്ചാവിശേഷങ്ങൾ മനസ്സിലാക്കിയല്ലോ. മറ്റു ചില ജീവികളുടെ കാഴ്ചാവിശേഷങ്ങൾ നോക്കൂ. മരയോന്ത്. മറ്റു ജീവികളുടേതിൽ നിന്നും വ്യത്യസ്തമാണ് മരയോന്തിന്റെ കണ്ണ്. അവയ്ക്ക് ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്നു. മൂങ്ങ. മൂങ്ങയ്ക്ക്
തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ 2 കണ്ണുകളാണുള്ളത്. തല പിറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാൻ ഇവയ്ക്ക് സാധിക്കും. പൂച്ച. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. നേരിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. അതിനാൽ മങ്ങിയ പ്രകാശത്തിലും ഇവയ്ക്ക് കാണാൻ സാധിക്കും. കണ്ണുകളെ കുറിച്ചും നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ചും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? ഇതുപോലെ 5ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനായി ഈ ഉമ എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.